അത്ഭുതകരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് സീൻ ഓർഡർ എന്നുള്ളത് 1 to 100 ചിലപ്പോൾ ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത് ആദ്യ ദിവസം എഴുതുന്നത് 100ാമത്തെ അല്ലെങ്കിൽ 98ാമത്തെ ഡയലോഗ് അത്രയ്ക്ക് മനസ്സിൽ പഠിപ്പിച്ചാണ്. അപ്പോൾ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്നതിന് ശ്രീനിവാസൻ വലിയ പങ്കുവഹിച്ചു. ശ്രീനിവാസൻ എന്ന് പറയുന്നത് ശ്രീനിവാസൻ്റെ ഹാസ്യം എന്ന് പറയുന്നത് അതേപോലെ ഒരു ഹാസ്യമില്ല. അപ്പം മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീനിയസിൽ ഒരാളാണ്. ഈ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്ന പ്രതിഭകൾ അത് അപൂർവമേ മലയാള സിനിമയിലുള്ളൂ. അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്സ്, അദ്ദേഹം എടുത്തിട്ടുള്ള പെയിൻസ്, ഒരു പരിധിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നത് ഈ കോമഡി സീനൊക്കെ എഴുതുമ്പോൾ ഈ സിഗരറ്റ് ഇങ്ങനെ പുകച്ച് തള്ളുമായിരുന്നു. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാനായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത്ര ആത്മബന്ധമുണ്ട്. കാരണം എന്നെ സിനിമ ഒരു നടനാക്കുന്നതിൽ 3 പേര് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നസെൻ്റ് ഏട്ടും നെടുപടി വഹിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ. ഇവർ അഭിനയത്തെക്കുറിച്ച് ശ്രീനിവാസനാണ് എന്നെ ഒരു കഥാകൃത്താക്കിയത്, ഒരു തിരക്കഥാകൃത്താക്കിയത്. അതിനുവേണ്ടിയുള്ള ബാലപാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ശ്രീനിവാസനാണ്. അപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു ബോൾഡ് അപ്രോച്ച് ഏത് കാര്യത്തിനും, ഒരു സോഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ്, ഒരു സാംസ്കാരിക നായകനെ നമ്മൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടും വിളിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന് ബോൾഡാണ്. എനിക്കൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ എപ്പോഴും ഡിപ്ലോമസിയുടെ ഒരു പാതയാണ് എപ്പോഴും കൈക്കൊള്ളാറ്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത എന്നെ ഒരു നയിക്കും. ശ്രീനിവാസൻ അങ്ങനെ ഒരു ചിന്തയില്ല. ശ്രീനിവാസൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ അത് പറയും. സമൂഹത്തിൽ ഏത് പാർട്ടിയുടെ എതിർപ്പ് ക്ഷണിച്ചു വെച്ചാലും വേണ്ടില്ല, ഏത് പ്രസ്ഥാനത്തിൻ്റെ എതിർപ്പ് ക്ഷണിച്ചു വെച്ചാലും വേണ്ടില്ല, എനിക്ക് പറയാനുള്ള വ്യക്തമായിട്ട് പറയുന്നത്, ആർജവത്തോടെ പറയുക. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ലൈഫായിരുന്നു. എഴുതുമ്പോൾ എന്ന് പറഞ്ഞിരുന്നാൽ അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. പലപ്പോഴും സീൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സീൻ എഴുതിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഒരിക്കലും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡയലോഗ്സ് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം ഹ്യൂമറുള്ള ഒരു നടനെയോ ഒരു കഥാകൃത്തിനോ ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് വ്യക്തമായിട്ടുള്ള സ്റ്റാമ്പുള്ള വടക്കുനോ കേന്ദ്രം, അതേപോലെ തന്നെ ചില്ലാവിഷ്ടേശാമ്പള. ഇതിൽ വടക്കുനോ കേന്ദ്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇത്ര സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ്. ഒരു വേഷം നമുക്ക് വിളിച്ച് തരുമ്പോൾ പോലും ഇത് തരക്കേടില്ലാത്തൊരു വേഷമാണ്, നിനക്കെത്ര ഗുണം ചെയ്യുമെന്നറിയില്ല, പക്ഷേ പടത്തിന് ഗുണം ചെയ്യും എന്നാണ് അത് ഉദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. കാരണം സ്വയം കളിയാക്കുക. ഏറ്റവും ഉദാത്തമായ ഹാസ്യം ഇപ്പോൾ എല്ലാവരും കുഞ്ചൻ നമ്പ്യാർ, സഞ്ജയൻ, VK ആ ശ്രേണിയെ പെടുത്താനുള്ള കാരണം വെച്ചാൽ മറ്റുള്ളവരെ കളിയാക്കുന്നതല്ല അദ്ദേഹത്തിന്, സ്വയം കളിയാക്കുക. നമ്മളൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പോലും അതിനെ കളിയാക്കിക്കൊണ്ട് സ്വയം കളിയാക്കിക്കൊണ്ടുള്ള മറുപടിയാണ്. ഒരു അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന അദ്ദേഹത്തിനെ സ്വയം പിടിച്ചാക്കിക്കൊണ്ടൊരു മറുപടിയാണ് പറയാറ്. അപ്പം മറ്റുള്ളവരെ കളിയാക്കുന്നതിനേക്കാൾ സ്വയം കളിയാക്കിയ തൻ്റെ രൂപം അത്ര സുന്ദരമല്ല എന്നും തനിക്ക് പൊക്കക്കുറവുണ്ടെന്നും ഒക്കെ ഒരു വലിയ പരിമിതിയായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ അറിയിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ വാക്കുകളിലൂടെ അറിയിച്ചപ്പോൾ പ്രേക്ഷകർ ഈ പൊക്കമില്ലായ്മയും ഈ സൗന്ദര്യം വലിയ സൗന്ദര്യമാണെന്നുള്ള രീതിയിലാണ് തിരിച്ചു കൊടുത്തത്. ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. എനിക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് കലാകാരന്മാർ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. തിരിച്ച് ശ്രീനിവാസൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരുപാട് സ്റ്റാർസിനെ ക്രിയേറ്റ് ചെയ്തു, ഒരുപാട് സംവിധായകരെ ഇവിടെ സൃഷ്ടിച്ചു, ഒരുപാട് മികച്ച സൃഷ്ടികൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നിട്ടുണ്ട്. തിരിച്ച് മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മലയാള സിനിമയ്ക്ക് എന്ത് തന്നു അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജനകീയമായിട്ടുള്ള ഹാസ്യമാണ്, ജീവിതത്തിൻ്റെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഹാസ്യം, സാധാരണക്കാരുടെ ലൈഫ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വായനയിലൂടെ തനിക്ക് ലഭിച്ച അനുഭവം, ജീവിതാനുഭവങ്ങൾ, തിക്തമായ അനുഭവങ്ങളുടെ തിരിച്ചുകൂടാന്നൊക്കെ പറയും. അതെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ, സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് പിന്നീട് തകർച്ച വരികയാണ്. ആ തകർച്ചയൊക്കെ വരവേൽക്കുന്നത്. അപ്പൊ അങ്ങനെ അതിൽ നിന്നും അപ്പോൾ അഭിമാനത്തിന് കോട്ടം വരുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്, പക്ഷേ ഒരാളോട് കൈനീട്ട് പൈസ ചോദിച്ചത്. ഇതെല്ലാം തൻ്റെ ഒരു കഴിവാണെന്ന് ഒരിക്കലും സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ ഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു വലിയ കലാകാരൻ. വാക്കുകൾ ഇത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് ദിവസങ്ങളോളം പറയാൻ കഴിയും ശ്രീനിവാസനെ കുറിച്ച്. അത്രയധികം അദ്ദേഹം കുട്ടികളുമായിട്ടുള്ള ആൾക്കാർ. പലപ്പോഴും മൂത്ത മകൻ വിനീത് ആദ്യമേ ഡയറക്ടറാവാനായിരുന്നു വിനീതിൻ്റെ ആഗ്രഹം. അപ്പോൾ ശ്രീനിവാസൻ എന്നോട് പറഞ്ഞു, അവൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അവന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞ് നിൽക്കണം, നീ അവനോടൊന്ന് പറയണം, ബേസിക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തതിന് ശേഷം എവിടെ വേണമെങ്കിലും പോകാൻ പറയണം എന്ന് പറഞ്ഞ് എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാനാണ് വിനീതിനോട് പറഞ്ഞത്, വിനീത് എങ്ങനെയെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനുശേഷം സിനിമ എന്ന് പറഞ്ഞാൽ റിസ്കി ഫീൽഡാണ് എന്ന് വിനീതിനെ ഞാൻ കൂടെ ഉപദേശിച്ചാണ് വിനീത് എഞ്ചിനീയറിംഗിന് പോയത്. അതല്ല ധ്യാനിൻ്റെ കാര്യവും സഹോദരിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ
എന്നോട് കാലാകാലങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും എന്നെ അറിയിക്കുമായിരുന്നു. രമയുടെ അസുഖം ബാധിച്ചിരുന്ന അവസ്ഥയിൽ അദ്ദേഹം ഒരു ആന്ധ്രയിലുള്ള ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ കാര്യം എനിക്ക് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് തന്നെ അറിയാമായിരുന്നു രമയുടെ ഒരു ന്യൂറോ കേസാണ്. അപ്പോൾ അതിനകത്ത് ആയുർവേദത്തിൻ്റെ അത്ര സ്കോപ്പ് ഞാൻ കണ്ടില്ല. അപ്പോൾ ശ്രീനിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ വീട്ടുകാര്യങ്ങൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഞാൻ നെടുമുടി വേണു, ഇന്നസെൻറ്റ്, പിന്നെ ശ്രീനിവാസൻ, ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയത് ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയത് ഞങ്ങൾ യൂറോപ്പിൽ ഒരു വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ ഇംപ്രവൈസ് ആയിട്ടുള്ള സ്കിറ്റുകളിലൊക്കെ ശ്രീനിവാസൻ സ്റ്റേജിൽ കയറി സംസാരിച്ചാൽ അതൊരു സ്കിറ്റിൻ്റെ രൂപത്തിലാകുമായിരുന്നു. അപ്പം നമുക്കൊരു സ്ട്രെയിനും ഇല്ല. ഫാമിലിയായിട്ട് പോയിട്ട് ഒരു ഫാമിലി ട്രിപ്പായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാനാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ് എന്നെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്, മലയാള സിനിമയെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ചരിത്രം എഴുതുമ്പോൾ ശ്രീനിവാസന് വേണ്ടി ഒരു ചാപ്റ്ററല്ല, ഒരുപാട് ചാപ്റ്റേഴ്സ് എഴുതേണ്ടി വരും. അത്ര ബോൾഡായിട്ടുള്ള വിഷയങ്ങൾ അത് മനോഹരമായിട്ട് അവതരിപ്പിച്ച് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്താണെന്ന് എനിക്കറിയാം. അദ്ദേഹം എടുത്തിട്ടുള്ള പെയിൻസ് എന്താണെന്ന്. ഒരു വലിയ പ്രതിഭ മലയാള സിനിമയിൽ ഇനിയിപ്പോൾ ഒരു 100, 200, 300 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ചരിത്രം എടുത്ത് നോക്കുമ്പോഴും ഇങ്ങനെ ഒരു വലിയ മനുഷ്യനിവിടെ ജീവിച്ചിരുന്നു. അന്നത്തെ ഹാസ്യവുമായിട്ട് ഒട്ടും താഴ്ന്നു പോകാത്ത അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ഹാസ്യമായിരുന്നു അന്ന് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയുന്ന ലെവലിൽ അന്നും ഉണ്ടാകും ശ്രീനിവാസൻ, എന്നും ഉണ്ടാകും. ഏകദേശം ഒരു 40 വർഷത്തെ പക്ഷേ എനിക്ക് സംഭവിച്ച നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റിയില്ല. അതൊരു തീരാ നഷ്ടം തന്നെയാണ്. പിന്നെ ശ്രീനിയേട്ടൻ്റെ എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. അതായത് ആ കാലഘട്ടത്തിലെ പല സിനിമകളും തിരക്കഥ പൂർത്തിയാക്കിയിട്ടല്ല തുടങ്ങിയിരുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു ജനറേറ്റർ, നല്ല ശബ്ദമുള്ളൊരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ തൊട്ടടുത്തൊരു കസേരയും ഒരു തീക്കോയും കൊടുത്ത് പേപ്പറും പേനയും കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കും. ഇവിടെ നിന്ന് സ്ക്രിപ്റ്റ് എഴുതി പേപ്പറുകളിങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പറന്നുകൊണ്ടിരിക്കും. അതായത് ആ സിനിമകളൊക്കെ നമ്മൾ എന്നും മനസ്സിലാക്കുന്ന സിനിമകളുമാണ്. ഒരുപാട് ഉത്തമ സിനിമകൾ. ഒന്നാമത്തെ കാര്യം, ശ്രീനിയേട്ടൻ്റെ നർമ്മം എന്ന് പറയുന്നത് തന്നെ ആരെയും ദ്രോഹിക്കുന്ന നർമ്മമല്ല, ആരെയും വെറുതെ പരിഹസിക്കുന്ന നർമ്മവുമല്ല. പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗുകളൊക്കെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ട്രോളിൽ വരുന്ന, രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യങ്ങളിൽ വരുന്ന, ട്രോളുകളിൽ വരുന്നതിലൊക്കെ അതിലെ സംഭാഷണങ്ങളാണ്. പിന്നെ നടൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു പ്രത്യേക ശൈലി സിനിമയിൽ അഭിനയത്തിൽ കൊണ്ടുവന്ന ആളാണ് ശ്രീനിവാസൻ. അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്, ഒട്ടുമിക്ക സിനിമകളും അങ്ങനെ തന്നെയാണ്. കഥാപാത്രം നോക്കി മാത്രമേ അദ്ദേഹം അഭിനയിക്കാൻ പോകത്തുള്ളൂ, അത് വേറൊരു കാര്യം. പിന്നെ സംവിധാനം, 2 സിനിമ അതൊക്കെ നോക്കിയെന്ന് ചിന്താവിഷ്ടയായ ശ്യാമള. ശരിക്കും ഈ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ ഒരു ടെക്സ്റ്റാണ്. നമുക്ക് എന്നും സൂക്ഷിക്കാവുന്ന ഒരു ടെക്സ്റ്റാണ് ആ സിനിമ. ഒരു തിരക്കഥ എങ്ങനെയാണ് എഴുതേണ്ടത്, ഒരു പ്രശ്നം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു പുരുഷൻ പരമാവധി കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ, ഇതൊക്കെ ആ സിനിമയിൽ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 46 വർഷം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന് ആദ്യം നടനായിട്ട് തുടങ്ങി, മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയാണ് അഭിനയിച്ചത്. അതിനുശേഷം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി മമ്മൂക്കയ്ക്ക് വേണ്ടി വരെ ഡബ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനങ്ങളാണെങ്കിൽ, ഇനി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നല്ല സുഹൃത്താണ്. ഞാനൊക്കെ ശ്രീനിയേട്ടാന്ന് വിളിക്കുമ്പോൾ അത്രയും സ്നേഹത്തോടെയാണ് വിളിച്ചിട്ടുണ്ട്. ഒരുപാട് സൗഹൃദങ്ങൾ സൂക്ഷിച്ചിരുന്നു. എന്നാൽ മനസ്സിൽ പഠിക്കാത്ത കാര്യങ്ങൾ ഇനി ആരുടെ മുഖത്ത് നോക്കി പറയും. അതിപ്പോൾ ചാനലിലായാലും സ്റ്റേജിലായാലും എവിടെയായാലും അദ്ദേഹം അത് പറയും.
അതിൻ്റെ പേരിലൊക്കെ വിമർശനങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുള്ളി കാര്യമായിട്ട് എടുക്കാറില്ല. ഈ ഇന്നലെ മുതൽ ഞാൻ കാണുന്നത് മലയാളത്തിൻ്റെ മുഴുവൻ മീഡിയാസ്, മലയാളികൾ മുഴുവൻ ഈ ഒരൊറ്റ മനുഷ്യൻ്റെ മരണത്തിൽ ദുഃഖം നേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരൊറ്റ മനുഷ്യൻ്റെ പുറകെയാണ് ഇന്നലെ മുതൽ ഞാൻ കാണുന്നത്. കേരളം മുഴുവൻ അത് ആ മനുഷ്യനുണ്ടാക്കി വെച്ച അത്യപൂർവമായ സൃഷ്ടികളുടെ ഒരു തിരിച്ചു കൊടുക്കുന്ന സമ്മാനമാണ്. അതുകൊണ്ട് ശ്രീനേട്ടൻ മലയാള സിനിമയുടെ എല്ലാമായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. ഒരിക്കലും ഒരു ചരിത്രത്തിൽ സിനിമയുടെ ഭാഗം എഴുതുമ്പോൾ ശ്രീനേട്ടൻ്റെ ഭാഗം ഏറ്റവും വലുത് തന്നെ ആയിരിക്കുന്ന കാര്യം ഒരു സംശയം. പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര ലോസാണ്. ഒരുപക്ഷെ ഒരിക്കലും നമ്മുടെ പല ഇൻഡസ്ട്രിയിലും നമ്മൾ കാണാറുണ്ട്, നമ്മൾ ലെജൻസൊക്കെ വൺസ് ദേ ലീവ് അസ് അപ്പോഴാണ് നമ്മൾ അവരെ ഓർക്കാറുള്ളത്. പക്ഷേ ശ്രീനി സാറിനെ നമ്മൾ എല്ലാ ദിവസവും ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രമല്ല, നമ്മളെല്ലാവരും തന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്ന കോൺട്രിബ്യൂഷൻ നോട്ട് ജസ്റ്റ് ആസ് സിനിമ, ആസ് എ പേഴ്സൺ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുന്നു. ഒരുപാട് നന്ദി പറഞ്ഞു. ഇവിടെ പറയുന്ന സമയം എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കുടുംബത്തിൽ. സോ ഐ ഡോണ്ട് നോ വാട്ട് എൽസ് ടു സേ, ബട്ട് ഐ ഹോപ്പ് ഹി റെസ്റ്റ്സ് ഇൻ പീസ്. താങ്ക് യു.